തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ പ്രതിഷേധവുമായി കൂടുതൽ ഹൈന്ദവ സംഘടനകൾ. ഭക്തജന സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് ഭക്തരെ വേട്ടയാടിയതിന് മാപ്പ് പറയുകയാണ് വേണ്ടതെന്ന് ഹിന്ദു ഐക്യവേദി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചുള്ള സർക്കാരിന്റെ നടപടിയാണിതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ പ്രതികരിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ശാലിനി നൽകും. ശാലിനി, ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ പമ്പ മണപ്പുറത്ത് നടത്താൻ പോകുന്ന ഈ ഒരു സമ്മേളനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. കാരണം ആരാണിത് നടത്തുന്നത് എന്നത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാന കാരണം. 2018-19 കാലയളവിൽ ശബരിമല എന്ന ഒരു മഹാക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെ പൂർണ്ണമായി എങ്ങനെ ലംഘിക്കാം എന്ന് ഭരണകൂടത്തിന്റെ മുഴുവൻ പവറും ഉപയോഗിച്ച് ശ്രമം നടത്തിയ അതേ കൂട്ടർ ഇപ്പോൾ ഇതാ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു എന്നത് തന്നെയാണല്ലോ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശാലിനി, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് 2018-19 കാലത്ത് ആചാര സംരക്ഷണം എങ്ങനെ ആചാര ലംഘനമാക്കാമെന്ന് കോപ്പുകൂട്ടി അതിന് മുഖ്യ കാർമ്മികത്വം നൽകി അതിന് നേതൃത്വം നൽകിയ ഭരണഘടനയുടെ എല്ലാ രീതിയിലുള്ള നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണ സംവിധാനങ്ങളെ പോലീസിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഭക്തരെ അടിച്ചമർത്തിയ അതേ കൂട്ടർ തന്നെയാണ് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ യോഗം ചേർന്നതിന് ശേഷം ദേവസ്വം മന്ത്രി VN വാസവൻ ഇത് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത്. ഏകദേശം 3000 ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം. പക്ഷേ ആ 3000 ഭക്തർ ആരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയരുന്നത്. പ്രത്യേകിച്ച് ഒരു വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയ്യപ്പ ഭക്തരുടെ എല്ലാവരുടെയും മനസ്സിന് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിക്കൊണ്ടാണ് 2018 ഒരു അയ്യപ്പ സീസണിൽ ഇത്തരത്തിൽ ഭക്തരെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനായി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് പല ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് വഴിവെക്കുകയും ഒക്കെ തന്നെ ചെയ്ത് അതിൽ കേസുകളടക്കം കാര്യമായി തന്നെ ഭക്തർക്കെതിരെ എടുത്തു. ഏകദേശം 1000-ലധികം ആളുകളുടെ പേരിൽ കേസുകൾ പല സ്റ്റേഷനുകളിൽ എടുക്കുന്ന ഒരു സാഹചര്യം, ഭക്തരെ അടിച്ചമർത്തുന്ന സാഹചര്യം, ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഹൈന്ദവ വോട്ടുകൾ എങ്ങനെ സമാഹരിക്കാം, അത് എങ്ങനെ ഒപ്പം നിർത്താമെന്നുള്ള ചിന്തയിൽ ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമത്തിന് സർക്കാർ ഒരു വേദി ഒരുക്കുന്നത്. പമ്പ മണപ്പുറത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വം നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സർക്കാരുമാണ്. നമുക്കറിയാം, ലോക കേരള സഭ അടക്കം നടത്തി എന്തിനു വേണ്ടി അങ്ങനെ ഒരു സഭ നടത്തി എന്ന് പോലും ഇപ്പോഴും അറിയാതെ 2-3 സീസണുകൾ കഴിയുമ്പോൾ സമാനമായ രീതിയിലാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം ആഗോളതലത്തിൽ സംഘടിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. അതിൽ ആണ് ഹൈന്ദവ സംഘടനകൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള സന്ദീപ് തമ്പാനൂരാണ് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. അതായത് ഈ കഴിഞ്ഞ മണ്ഡലകാലങ്ങളിലൊക്കെ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ, ഒപ്പം തന്നെ ഈ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് എടുത്തിട്ടുള്ള കേസുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഭക്തരുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരോട് മാപ്പ് പറയാനാണ് സർക്കാർ ആദ്യം തയ്യാറാകേണ്ടത്. അതിനുശേഷമായിരിക്കണം ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ശബരിമലയിൽ ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ അതേ സർക്കാർ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ലാത്തികൊണ്ട് അടിച്ചു വീഴ്ത്തിയ അതേ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണിപ്പോൾ അയ്യപ്പന്മാരുടെ പേരിൽ സമ്മേളനം നടത്താൻ പോകുന്നത്, അതും പമ്പ മണപ്പുറത്ത് സമ്മേളനം നടത്താൻ പോകുന്നത് എന്ന വിമർശനമാണ് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത് ശാലിനി.